നമസ്കാരം പ്രിയപ്പെട്ടവരെ. സാർ, ഇന്ന് നമ്മൾ വീട്ടുവിസയിൽ ജോലി ചെയ്യുന്നവരുടെ ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് 2-3 അധ്യായങ്ങൾ നമ്മൾ ചെയ്തു. അതെ. അത് അടുത്ത കാലത്തായി അവർക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ, അല്ലെങ്കിൽ അവർ ജോലി ചെയ്തതിന് ആനുപാതികമായ ആനുകൂല്യങ്ങൾക്ക് അവർക്ക് അർഹത ഉണ്ട് എന്നാണ് നമ്മൾ പറഞ്ഞത്. അതെ. എന്നാലും എല്ലാവരും ഇത് അറിഞ്ഞിട്ടില്ല സാർ. വീട്ടുവിസയിൽ ജോലി ചെയ്യുന്നവർ പലരും ഇത് അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം 4 വർഷമായി ഹൗസ് ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നു. നവംബർ 14 വിസ കഴിയും അദ്ദേഹത്തിന്. വിസ റിന്യൂ ചെയ്യാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. എനിക്കെന്തെങ്കിലും ആനുകൂല്യങ്ങൾ കിട്ടുമോ എന്നാണ് ചോദ്യം. അപ്പോൾ ഈ ഡ്രൈവർ ഉൾപ്പെടെ നമ്മൾ വീട്ടു വിസയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും ഡൊമസ്റ്റിക് ഇവരതിൽ വരുമല്ലോ, അവരെല്ലാം അതിനകത്ത് വരുന്നതാണ് സാർ. അപ്പോൾ അവർക്ക് എമിഗ്രേഷൻ വിസയാണ് യഥാർത്ഥത്തിലുള്ളത്. ലേബർ ഡിപ്പാർട്ട്മെന്റിന്റെ വിസ ഡ്രൈവർ ആയാലും എല്ലാം അത് തന്നെ. അതെ, അവർ കമ്പനി ഡ്രൈവറല്ല, വീട്ടിലെ ഡ്രൈവറാണ്. അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് സർവൻസിന്റെ പരിധിയിൽ അത് വരുന്നത്. എന്നാൽ ചില ആളുകൾ ഈ കമ്പനിയുടെ വിസ എടുത്തിട്ട് വീട്ടിൽ കൊണ്ടുവന്ന് ജോലി ചെയ്യിപ്പിക്കുന്നവരുണ്ട്. അത് ഇതിനകത്ത് വരത്തില്ല. അത് ഡൊമസ്റ്റിക് സർവന്റ് അല്ല. ഡൊമസ്റ്റിക് സർവന്റ് ആയിട്ടാണ് ജോലി ചെയ്യുന്നതെങ്കിലും അത് കമ്പനിയുടെ വിസയാണ്. അത് വേറെ ലേബർ ഡിപ്പാർട്ട്മെന്റ്, നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസ് വഴി തന്നെ. എന്നാൽ ഇപ്പോഴും ഈ ഡൊമസ്റ്റിക് സർവൻസിന്റെ കാര്യത്തിലും അവർക്കും ആനുകൂല്യങ്ങൾക്ക് അവകാശമുണ്ട്. അതിന് നിയമം വന്നിട്ടുണ്ട്. അപ്പൊ ഇദ്ദേഹം ചെയ്യേണ്ടത് നവംബർ 14 മറ്റോ ഒരു ഡേറ്റ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ആ ഡേറ്റിന് 1 മാസം മുമ്പ് തന്നെ അദ്ദേഹം നോട്ടീസ് കൊടുത്തിരിക്കണം. അദ്ദേഹം ഒരു നോട്ടീസ് മെയിലായിട്ട് അയച്ചു കൊടുക്കണം എംപ്ലോയർക്ക്. കാരണം എൻ്റെ വിസ ഇത്രാം തീയതി എക്സ്പയർ ആവാൻ പോവുകയാണ്, അതിനുശേഷം ഞാൻ വിസ പുതുക്കുന്നതിനോ ജോലി തുടരുന്നതിനോ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് എൻ്റെ ലാസ്റ്റ് വർക്കിംഗ് ഡേ ആ വിസ എക്സ്പയർ ആവുന്ന ദിവസമായിരിക്കും. അതിനുശേഷം എൻ്റെ വിസ ക്യാൻസലാക്കുകയും എൻ്റെ സെറ്റിൽമെൻ്റ് എല്ലാം തരികയും വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് നമ്മൾ അഡ്വാൻസ് ആയിട്ട് 1 മാസം മുമ്പ് തന്നെ മെയിലായിട്ട് അയച്ചു കൊടുക്കണം. ഏതെങ്കിലും രേഖയായിട്ട് അയച്ചു കൊടുക്കണം. കൈ കൊടുത്താൽ ചിലപ്പോൾ കിട്ടിയില്ലെന്ന് പറയും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഒരു രേഖയാക്കുന്നതാണ് എപ്പോഴും നല്ലത്. അങ്ങനെ അയച്ചു കൊടുത്തതിന് ശേഷം ആ പണം നമുക്ക് തരുന്നില്ല, നമ്മുടെ വിസയും ക്യാൻസലാക്കുന്നില്ലെങ്കിൽ നമുക്ക് അവിടുത്തെ മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സസിൽ തന്നെ കംപ്ലൈൻറ്റ് കൊടുക്കാം. അങ്ങനെ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് അത് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ മാറ്റും. അങ്ങനെ കംപ്ലൈൻറ്റ് ഇമിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരിധിയിൽ വന്നാൽ അവർക്ക് അവിടുത്തെ ഇൻവെസ്റ്റിഗേഷൻ സെക്ഷൻ ഉണ്ട്. അവർക്ക് മറ്റവർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് വിളിപ്പിച്ചിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. ഇനി അവർ കൊടുക്കാൻ തയ്യാറാവുന്നില്ലെങ്കിൽ കോടതിക്ക് പോകാനുള്ള ലെറ്റർ ഇഷ്യൂ ചെയ്യാനും അവർക്ക് അധികാരമുണ്ട്. ഇതിപ്പോൾ ചോദിച്ചിരിക്കുന്ന നിസാമാണ്. നിസാം ഉൾപ്പെടെ ഡൊമസ്റ്റിക് വിസയിൽ ജോലി ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ പറഞ്ഞത്. നിങ്ങൾ ഓരോരുത്തരായിട്ട് ഓരോരോ ചോദ്യം ചോദിച്ച് എല്ലാ ദിവസവും നമുക്ക് ഇതേ കാര്യം തന്നെ പറയുന്നത് അത്ര ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഡൊമസ്റ്റിക് വിസയിൽ ജോലി ചെയ്യുന്ന എല്ലാവരും ഈ ഒരു അധ്യായം കേൾക്കണം. കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യണം. പ്രവാസി ഭാരതീയരുടെ റീച്ച് കൂട്ടാനല്ല, എല്ലാവരിലേക്കും ഈ ഒരു നിർദ്ദേശങ്ങൾ, ഈ ഒരു അറിവ് എത്തിക്കാൻ വേണ്ടി. അപ്പോൾ നിസാമിന് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ നവംബർ 14 നമ്മുടെ വിസ തീരുന്നതെങ്കിൽ അതിനും 1 മാസം മുമ്പ് തന്നെ നിങ്ങളുടെ എംപ്ലോയർക്ക് നിങ്ങൾ നോട്ടീസ് കൊടുക്കണം, ഒരു അറിയിപ്പ് കൊടുക്കണം. അതിൽ ഞാൻ ഇനി തുടരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ള വിവരവും അതോടൊപ്പം എനിക്ക് വേണ്ടുന്ന ആനുകൂല്യങ്ങളെല്ലാം നൽകുമാറാകണം എന്നും താങ്കൾ അപേക്ഷ കൊടുക്കണം, അല്ലേ സാർ? തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാ ഡൊമസ്റ്റിക് വിസയിൽ ജോലി ചെയ്യുന്നവർ എല്ലാവരും ഈ ഒരു അധ്യായം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ട്. കഴിഞ്ഞ 3-4 അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ മുൻകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല, അല്ലേ സാർ? മുൻകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. സാർ വളരെ വ്യക്തമായി പറഞ്ഞു. ഇപ്പോൾ നമുക്കതിന് ആനുകൂല്യത്തിന് അർഹതയുണ്ട്, നിങ്ങളത് വാങ്ങണം. അത് നേരത്തെ കൂട്ടി തന്നെ എംപ്ലോയറെ അറിയിക്കുകയും വേണം. നിയമസംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ 0091-843-2424-843 എന്ന നമ്പറിൽ വാട്സ്ആപ്പ് സന്ദേശമായി അയയ്ക്കുക.